സഹോദരി സഹോദരന്മാരെ സംബോധന ചെയ്യാൻ എൻ്റെ സഹോദരിയോ സഹോദരനോ ഈ വേദിയിലില്ല. പിന്നെ ഒന്നുകിൽ എൻ്റെ മക്കൾ അല്ലെങ്കിൽ അനന്തർ അല്ലെങ്കിൽ കൊച്ചുമക്കൾ അങ്ങനെയുള്ളവരാണ് ഈ സദസ്സിലിരിക്കുന്നത്. അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരും എക്കാലം ഈ സംഘടനയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ചിലർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, വിമർശനങ്ങൾ ഉണ്ടാകും. വിമർശനങ്ങളൊക്കെ നല്ലത് തന്നെ. വിമർശനങ്ങൾ ക്രിയാത്മകമായിരിക്കണം. സ്വയം വിമർശിക്കുകയും വേണം. വിമർശിക്കുവാൻ വേണ്ടി മാത്രം ശ്രമിക്കണമെന്ന അപേക്ഷ കൂടി എനിക്കുണ്ട്. ഇത് എൻ്റെ മൂന്നാം ഊഴമാണ്. അതായത് ഈ മണ്ണിലേക്ക് കടന്നു വരുന്ന മൂന്നാം ഊഴം. ഇനിയൊരു ഊഴം എനിക്കുണ്ടാകുമോ എന്നെനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഈ കുടുംബ കൂട്ടായ്മ എക്കാലം നിലനിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടും ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ പരിമിതമായ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. വളരെ പരിമിതമായ സമയമേ ഉള്ളൂ. കാരണം വളരെ വൈകിട്ടാണ് തുടങ്ങിയത്. ഏറ്റവും ഒരു കാര്യമുണ്ട്, ഈ തലമുറയിലെ അവസാന കണ്ണ് ഞാനെന്നാണ് പരിചയപ്പെടുത്തിയത്. പക്ഷേ എനിക്ക് മൂത്ത ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. 10-20 വർഷക്കാലത്തേക്ക് അയാളെക്കുറിച്ച് യാതൊരു വിവരമില്ലാതെ ഈ സമീപകാലത്ത് വീട്ടിൽ വന്നു. വിശാഖപട്ടണത്താണ് താമസം. മടങ്ങിപ്പോവുകയും ചെയ്തു. വന്നപ്പോൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പങ്കിപ്പങ്ങളുണ്ടോടാ? അതായത് രാജുവിൻ്റെ അമ്മ. ഞാൻ പങ്കിപ്പങ്ങളൊക്കെ മരിച്ചുപോയി. അങ്ങനെ മരിച്ചവരുടെ ലിസ്റ്റ് കൊടുത്തു. എങ്കിലും സന്തോഷത്തോടെ കടന്നു പോയെങ്കിലും എനിക്ക് മുൻപിൽ ഒരാളുണ്ട് എന്ന് മാത്രമേ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട സാഹചര്യം നിലവിൽ ഇപ്പോഴില്ല. ഇനിയും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ എല്ലാവരും സഹകരിക്കണം. പിന്നീട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ രക്ഷാധികാരി എന്ന് പറയുന്നത് രക്ഷാധികാരിയുടെ മാത്രം കഴിവല്ല എങ്കിലും ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുവാനും അതിനെ മുൻപോട്ട് നയിക്കുവാനും ഒരാൾ വേണമല്ലോ. അതിൻ്റെ രാജുവിനെ സഹായിച്ചവർക്കും ജയ്മോനും അങ്ങനെ ഒരുപാട് കൂട്ടർ. അങ്ങനെയാണ് ഈ കൂട്ടായ്മ ഉണ്ടായത്. അതുകൊണ്ട് നാളെയും ഈ കൂട്ടായ്മയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.